കേരളത്തിൽ ബി.ജെ.പിയുടെ ഒരു ഫണ്ട് തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാണ്ട് 12 കോടി രൂപയുടെ തട്ടിപ്പ് എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഇതിനകം കേട്ടിട്ടുണ്ടാവുക. പക്ഷേ ആ തട്ടിപ്പിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഒരു 12 കോടിയിലൊന്നും നിൽക്കാൻ സാധ്യതയില്ല. ഒരു 50 കോടി ഒക്കെ വരെ പോകും. ഇനി അതിൽ കടന്നാൽ പോലും 100 കോടി വരെയൊക്കെ ആയാൽ പോലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നും ഞെട്ടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു കാര്യം വന്നിട്ടുള്ളത് നോട്ട് കെട്ടുകളുമായിട്ട് ABVPയുടെ ഒരു നേതാവായിട്ടുള്ള സിദ്ധാർത്ഥ്. ആ സിദ്ധാർത്ഥ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ തട്ടിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് കേട്ട അഞ്ജന രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വനിതാ സെക്രട്ടറി ഉണ്ട്, BJPയുടെ സംസ്ഥാന സെക്രട്ടറി. ആ സെക്രട്ടറിയുടെ സോഷ്യൽ മീഡിയയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ സന്തോഷം കൊണ്ട് മതിമറന്ന് ഒരു ഹോട്ടലിൽ വെച്ച് ഒരു സെൽഫി എടുത്തു. നോട്ട് കെട്ടുകളുമായി നിൽക്കുന്ന ഒരു സെൽഫിയാണ്. ആ സെൽഫി എടുക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ ഔന്നത്യം കൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ അത് സ്വന്തം ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം യഥാർത്ഥത്തിൽ അത് ഈ നേതാക്കൾക്കൊക്കെ മനസ്സിലായി ഈ നോട്ട് കെട്ടുകളൊന്നും പ്രശ്നമില്ല, പക്ഷേ അതൊക്കെ പോസ്റ്റ് ചെയ്ത തലവേദന ആവില്ല എന്ന് മനസ്സിലാക്കി അവർ തന്നെ നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് ആ പോസ്റ്റ് പിൻവലിപ്പിച്ചു. പക്ഷേ ഈ പോസ്റ്റ് പിൻവലിച്ചിട്ട് പോലും പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് തീർന്നില്ല. കാരണം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഓഡിറ്റിംഗ് നടന്നിരുന്നു. അപ്പോൾ ഓഡിറ്റിങ്ങിൽ സാധാരണ ചെറിയ തട്ടിപ്പൊക്കെ ആണെങ്കിൽ അവർ കണ്ടുപിടിക്കാൻ വഴിയില്ല. പക്ഷേ ഇത് വലിയ കൊള്ളയാണ് നടത്തിയത് എന്നുള്ളതാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. ട്രിവാൻഡ്രത്ത് നിന്നുള്ള ചില നേതാക്കൾ അവർ 40 ലക്ഷം രൂപയൊക്കെ സ്വന്തം ലോൺ, അതായത് ഹൗസിംഗ് ലോണൊക്കെ ഉണ്ടായത് അടച്ചു തീർത്തു. സന്തോഷമായി. അപ്പോൾ അവർക്കൊക്കെ ചില പ്രയോജനം പ്രിയപ്പെട്ട BJP നേതാക്കന്മാരെ കൊണ്ടും BJPയുടെ ഫണ്ട് കൊണ്ടും ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല കേട്ടോ, നേരത്തെ നടക്കുന്നൊരു കാര്യമാണ്. ഞാനതിലേക്ക് വരാം ഈ സംഭവങ്ങൾ വിശദീകരിച്ചതിന് ശേഷം. അടുത്തതായിട്ട് കൊടിയും ചിഹ്നവും ഒക്കെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ഏൽപ്പിച്ചു. ശരിക്കും കൊടിയൊക്കെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഓഫീസിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. പക്ഷേ ഈ ബുദ്ധിമതിയായിട്ടുള്ള വനിത അവർ യഥാർത്ഥത്തിൽ ഏതാണ്ട് 1.5 കോടി രൂപയുടെ പിരിവ് നടത്തി പല കമ്മിറ്റികളിൽ നിന്നും. കാരണം കൊടിയുടെയൊക്കെ കാശ് അവരണാപ്പൈ കണക്ക് പറഞ്ഞ് മേടിച്ചു. പക്ഷേ അതെല്ലാം തന്നെ സ്വന്തം പോക്കറ്റിലേക്ക് ഇടുകയായിരുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇതുകൂടാതെ ദേശീയ നേതാക്കളൊക്കെ വന്ന് താമസിച്ചിരുന്നു. അപ്പോൾ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തു. ഈ ഹോട്ടൽ ബുക്ക് ചെയ്തതിലൊക്കെ തന്നെ ഹോട്ടൽ ബില്ലുകളുടെ ഏതാണ്ട് ഇരട്ടി തുക, ആ ഇരട്ടി തുക എഴുതി മേടിക്കുന്നതിലൊക്കെ ഇവർ ശ്രദ്ധ കാണിച്ചു എന്നുള്ളതാണ് പറയാൻ കഴിയുന്ന കാര്യം. വിഭവ സമാഹരണത്തിന് വളരെ മിടുക്കുള്ള ഒരുപാട് നേതാക്കന്മാർ ഇതിനകത്തുണ്ട് എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ 100 മണിക്കൂർ ഹെലികോപ്റ്റർ എടുത്തിരുന്നു. ആ ഹെലികോപ്റ്റർ വാടകയിലുമൊക്കെ തന്നെ വലിയ കുഴപ്പങ്ങൾ, ചെറിയ കുഴപ്പങ്ങൾ കാണിച്ചു. പിന്നെ IT സെല്ലുണ്ടായിരുന്നു BJPയുടെ. അപ്പോൾ BJPയുടെ IT സെല്ലിൽ തന്നെ അതിൻ്റെ പോഡ്കാസ്റ്റ് യൂട്യൂബേഴ്സിന് ഒക്കെ തന്നെ അവർ പണം കൊടുത്തിരുന്നു. പോഡ്കാസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മറ്റ് വാർത്തകൾ ചെയ്യുന്നതിനൊക്കെ പണം കൊടുത്തിരുന്നു. ആ 11 പണം കൊടുത്തതൊക്കെ തന്നെ നിരവധി പണം, ഓവറായിട്ട് അമിതമായിട്ടുള്ള പണം അടിച്ചു മാറ്റി. കാരണം ഇതെല്ലാം തന്നെ ഇല്ലീഗലായി ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് ട്രാൻസാക്ഷനൊന്നും പ്രോപ്പറായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മേടിക്കുകയും ഒരു നേതാവ് 17 ലക്ഷം രൂപയുടെ പുതിയ കാറ് മേടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഡ്രോൺ ഷോകളൊക്കെ നടത്തി, അതിലുമൊക്കെ തന്നെ വലിയ പണം മേടിച്ചു. പിന്നെ A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് കൃത്യമായിട്ട് പണം കൊടുത്തു. പക്ഷേ B ക്ലാസ് C ക്ലാസ് മണ്ഡലങ്ങളിലേക്കൊന്നും ആവശ്യത്തിനുള്ള തുക കൊടുത്തിട്ടില്ല എന്നുള്ളത് കൂടിയാണ് അറിയാൻ കഴിയുന്നത്. ഈ വനിതാ സെക്രട്ടറി അവർ യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുഴുവൻ പാപഭാരവും അവരുടെ പുറത്തൊന്നും വെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം S സുരേഷ് എന്ന് പറയുന്ന BJPയുടെ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ വളരെ പ്രബലനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ പ്രബലനായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹമെന്നും അദ്ദേഹമൊക്കെ റീച്ച് ചെയ്യാൻ പറ്റാത്ത ആളുമാണെന്നുമൊക്കെ നമുക്ക് S കുമാർ എന്ന് പറയുന്ന ഒരു നേതാവ് പണ്ട് വന്ന് പരാതി പറഞ്ഞൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടാവും. അപ്പോൾ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം അവിടെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിനകത്ത് ഏറ്റവും ശക്തനായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് അഞ്ജന എന്നാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല ഇത്. അപ്പോൾ ഇവരിൽ ചില നേതാക്കളൊക്കെ തന്നെ വീടെടുത്ത 40 ലക്ഷം രൂപയും അതുപോലെ 54 ലക്ഷം രൂപയൊക്കെ വീടിൻ്റെ പണമൊക്കെ അടച്ചു തീർത്തു, ലോണൊക്കെ അടച്ചു തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൂടാതെ വലിയ പണം ഇതുമായി ബന്ധപ്പെട്ട് ഒഴുകിയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നൊരു കാര്യം. പിന്നെ BJPയിൽ ഇതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാരണം BJPയുടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ സ്ഥാനാർത്ഥിയാകുന്നത് പലപ്പോഴും ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു 50 ലക്ഷമോ 1 കോടി രൂപയൊക്കെ കയ്യിൽ മിച്ചം പിടിക്കാം എന്ന് പറയുന്ന സമ്പാദ്യശീലമുള്ള ആളുകളായതുകൊണ്ടാണ്. അല്ലാതെ അവരൊരു കാരണവശാലും ഇത് ഇലക്ഷനിൽ നിന്ന് ഇവിടെ ജയിക്കാമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അത് പലപ്പോഴും അവർ പിരിക്കും. കൂടാതെ കേന്ദ്രത്തിൽ നിന്നൊരു വലിയ വിഹിതം കിട്ടും. ആ വിഹിതമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ കുറേ നേതാക്കന്മാരെ സമ്പന്നരാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ
ഏതാണ്ട് നിരവധി വനിതകളെ 1,00,000 വനിതകളായിട്ട് 1 കോടീശ്വരരാക്കും എന്നൊക്കെ പറഞ്ഞൊരു പ്രഖ്യാപനം, എനിക്കിപ്പോൾ കൗണ്ട് ഓർമ്മയില്ല, ഏതാണ്ട് നമ്മുടെ തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള മറ്റേ രേവന്ത് റെഡ്ഡി നടത്തിയിരുന്നു. അദ്ദേഹത്തിന് അതൊന്നും കഴിഞ്ഞില്ലെങ്കിലും BJPക്ക് ഇവിടെയുള്ള കുറച്ച് നേതാക്കന്മാരെങ്കിലും കോടീശ്വരന്മാരാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന വലിയ സന്തോഷമുണ്ട്. പിന്നെ ഇതിലൊന്നും നമ്മൾ ദുഃഖിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇലക്ട്രൽ ബോണ്ട് വഴി മറ്റുള്ള വലിയ വ്യവസായികളെയൊക്കെ പിഴിഞ്ഞ് ഇൻകം ടാക്സ് റെയ്ഡും അതുപോലെ തന്നെ മറ്റു പല ED റെയ്ഡിൻ്റെയൊക്കെ ഭീഷണികൾ മുടക്കി കിട്ടിയിട്ടുള്ള ഒരു പണമാണ്. അപ്പോൾ ആ പണത്തിൽ നിന്ന് ചെറിയ പങ്കാണ് കിട്ടിയേക്കുന്നത്. നേതാക്കന്മാരെന്തായാലും അറിഞ്ഞു കൊടുക്കില്ല. അതുകൊണ്ട് അണികളിൽ കുറച്ചുള്ള ആളുകൾ, ചെറിയ ചെറിയ ആളുകളൊക്കെ അറിഞ്ഞ് എടുത്തു എന്നുള്ളത് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് ഇതിൽ ആരും തന്നെ, ഈ പണം പോയതിൽ ആരും തന്നെ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇത് അൾട്ടിമേറ്റ്ലി പാവപ്പെട്ട ജനത്തിൻ്റെ പണമാണ്. ജനത്തെ കൊള്ളയടിക്കുന്ന വലിയ ആളുകൾ, അതായത് ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിനെ പോലെയുള്ള മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് പോലെയുള്ള വലിയ വലിയ കമ്പനികൾ നമ്മളെ കൊള്ളയടിക്കുന്നു. ആ കൊള്ളയടിക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം അവരെന്ത് ചെയ്യുന്നു, BJPക്ക് കൊടുക്കുന്നു. ആ BJPയുടെ വിഹിതം സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും അതുപോലെ കേന്ദ്ര നേതാക്കളും ഒക്കെ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് അതിൻ്റെ വിഹിതം പറ്റി ജീവിക്കുന്നു. അതിൽ ഏറ്റവും താഴേക്കിടയിലേക്ക് എത്തിയപ്പോൾ 300-400 കോടി കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരും കൂടി എന്ത് ചെയ്തിരിക്കുന്നു, ചെറുതായിട്ട് അത് അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ വിചാരിക്കാനുള്ളൂ. ഇതൊക്കെ എത്രയും പെട്ടെന്ന് കോംപ്രമൈസ് ആക്കി പുറത്തേക്ക് എത്താതെ നോക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ട BJP നേതാക്കളോട് പറയാനുള്ളത്. പിന്നെ ഇടയ്ക്ക് നമ്മളെ ചൊറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യരെ പോലെയുള്ള ചില ആളുകളൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് മറ്റേ ചെറിയൊരു കൊച്ചമ്പലം പണിത് കൊടുത്തിരുന്നെങ്കിൽ, ഒരു അയോധ്യ ഇവിടെ പണിത് കൊടുത്തിരുന്നെങ്കിൽ അതിൽ നിന്ന് മോഷ്ടിച്ചാണ് ഈ പാർട്ടിയുടെ കയ്യിൽ നിന്ന്, പാർട്ടിയുടെ ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരില്ലായിരുന്നു എന്നുള്ള ചില കുത്തലൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ നേരിടാം. പക്ഷെ തൽക്കാലം ഇതൊക്കെ പുറത്തു പോകാതെ സംരക്ഷിച്ച് പിടിക്കുക. ഇതിൽ സംരക്ഷകനായിട്ടുള്ള ഏറ്റവും വലിയ നേതാവ് ഏതാണ്ടൊരു 40-50 കോടി രൂപയെങ്കിലും ഇതിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് അറിയുന്നത്. പക്ഷെ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പൊറുക്കാം. കാരണം എല്ലാം പാർട്ടിക്ക് വേണ്ടിയും എല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുമാണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം. ടോപ്പിക്കുമായി ബന്ധപ്പെട്ടല്ല, ഇത് നമ്മുടെ ചാനലിനെ കുറിച്ചാണ്. നമ്മുടെ ചാനലിൽ ഒരു മെമ്പർഷിപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. കഴിയുന്ന ആളുകൾ മാത്രം ചെയ്താൽ മതി. മെമ്പർഷിപ്പുകൾ എടുത്തു എന്നുള്ളത് കൊണ്ട് മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഏതാനും ചില വീഡിയോകൾ നിങ്ങൾക്ക് നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെ ചാനലിനെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് അത്തരത്തിലുള്ളൊരു ഓപ്ഷൻ വെച്ചേക്കുന്നത്. അത് കൂടാതെ ഇനി നമ്മൾ നേരിട്ട് സപ്പോർട്ട് ചെയ്യണം ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ ഈ ചാനൽ നടത്തുന്നതിന് വേണ്ടി മാത്രമല്ല നമുക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണ്ടത്. നമുക്കൊരു പുതിയ ചാനൽ കൂടിയുണ്ട്. ആ പുതിയ ചാനലിൻ്റെ പേര് ജനകീയ പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. അതിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു കൊടുത്താൽ കിട്ടണമെങ്കിൽ BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. അതിൽ 2 പോഡ്കാസ്റ്റുകൾ, വലിയ പോഡ്കാസ്റ്റുകൾ ഇട്ടുണ്ട്. ആദ്യത്തേത് 1 മണിക്കൂർ 44 മിനിറ്റുമാണ്. രണ്ടാമത്തെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 50 മിനിറ്റുള്ള ഒരു പോഡ്കാസ്റ്റാണ്. ഈ 2 പോഡ്കാസ്റ്റുകളും വളരെ നല്ല രീതിയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്വീകരിച്ചു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ആദ്യത്തേത് 24,000 പേരും രണ്ടാമത്തേത് ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ആളുകളും കണ്ടിരിക്കുന്നു. രണ്ടാമത്തേതിൻ്റെ മാത്രം വാച്ചവേഴ്സ് എന്ന് പറയുന്നത് 25,000 മണിക്കൂറുകളാണ്. അതെന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആദ്യത്തെ പോഡ്കാസ്റ്റ് ഉടനെ ഉണ്ടാവും. പക്ഷേ ഈ പോഡ്കാസ്റ്റുകളൊക്കെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണമെന്ന് വന്നത്. ഈ പോഡ്കാസ്റ്റ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണം. കാരണം ഈ പോഡ്കാസ്റ്റിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ പുറകിലെ കളികൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന രഹസ്യങ്ങളുടെ കഥ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൽ ഏറ്റവും ആദ്യമായി അങ്ങനെ പറയുന്നത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം. എങ്കിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ നിങ്ങൾക്ക് വലിയ ഞെട്ടലുകളൊന്നും ഉണ്ടാവില്ല. ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളിലും എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. അതുകൊണ്ട് സതീശൻ എങ്ങനെ മുഖ്യമന്ത്രിയായി എന്നും ആ മുഖ്യമന്ത്രി ആക്കിയതിൻ്റെ പിന്നിൽ ആരുടെ കോടികളാണ് എന്നുള്ള കഥ അതിനകത്ത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരൊക്കെ തന്നെ കാണുക. ആ ചാനലിൻ്റെ പേര് മറന്നു പോകേണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.